നാളെ മുസ്ലിമിന്റെയോ ക്രിസ്ത്യന്റെയോ പാഴ്സിയുടെയോ സിഖിന്റെയോ ഹിന്ദുവിന്റെയോ ആരുടെയും ഈ പറയുന്ന പോലെ ദൈവങ്ങളുമായി ബന്ധപ്പെടുന്ന വരികൾ ഇതിനകത്ത് വേണ്ട എന്നുള്ളതല്ലേ അങ്ങേയറ്റം സെക്കുലറായ വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് എന്ത് ചെയ്യുന്നത് എടുക്കേണ്ട ഒരു നിലപാട്. അത്രയുള്ള എൻ്റെ ചോദ്യം ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ കഴിഞ്ഞ 10, 75, 80 കൊല്ലമായിട്ടും ഇത് പാടാതിരുന്നത് കൊണ്ട് ഇന്ത്യക്ക് എന്ത് കുഴപ്പം പറ്റി? ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളിത് നിർബന്ധപൂർവ്വം പാടണമെന്നും അതും ഗവൺമെന്റ് പരിപാടികളിൽ പാടണം? ഇത് ആരും പാടണം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് പാടാം, ശാഖയിൽ പോയി പാടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും ഔദ്യോഗിക പരിപാടികൾക്ക് പാടാം, അനൗദ്യോഗികമായി നിങ്ങളുടെ അടുത്ത് ഏത് പരിപാടിക്കും പാടാം. ഇത് ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഇതെടുത്തു വെക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ ആവശ്യമുണ്ട്. അതൊന്ന് പറഞ്ഞു തന്നെ എനിക്ക്. ഇത്രയും കാലമായിട്ട് ഇതില്ലാതിരുന്നു, ഫൈൻ, ഒരു കുഴപ്പമുണ്ടായില്ല. ശരി, അത് ഇല്ലാതിരുന്നത് പോലെ തന്നെയല്ലേ ഒരു പ്രശ്നം ഇല്ലാതിരുന്ന പോലെയല്ലേ ഇത് പാടുമ്പോഴും ഇത്ര പ്രശ്നം പാടുമ്പോ പ്രശ്നം എന്താ? പ്രശ്നം ഇത്രയുള്ളൂ പ്രശ്നം. അതായത് ഞാനടക്കം ഈ പറയുന്ന പോലെ നിരവധി ആളുകളടക്കം ഈ പറയുന്ന പോലെ 70% ഹിന്ദുക്കളുള്ള ഒരു നാട്ടിൽ BJPക്ക് ഇപ്പോഴും കിട്ടുന്നത് 36.6% വോട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ ആളുകളും BJPക്ക് ഇപ്പോഴും വോട്ട് ചെയ്യുന്നില്ല എന്ന് ചുരുക്കം. ഏറ്റവും കുറഞ്ഞത് 34% ആളുകൾ ഇപ്പോഴും BJPക്ക് ഹിന്ദുക്കളടക്കം വോട്ട് ചെയ്യുന്നില്ല. ആ ഹിന്ദുക്കളുടെ അടക്കമുള്ള ആളുകളുടെ ഞങ്ങളുടെ നിലപാടാണിത്. ആ നിലപാടാണ് കൃത്യമായിട്ട് പറയുന്നത് ഈ ഹിന്ദു എന്നല്ല, നാളെ ഇത് പാടിയാൽ എന്താ കുഴപ്പം, ഇതിൽ അപരമത വിദ്വേഷം ഇല്ലല്ലോ, ഇതിലൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് വിശാലമായി ചിന്തിച്ചാൽ മതി. ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു തരത്തിലും ദേവതകളെ കുറിച്ചോ അതുമായി രാജ്യത്തെ ഉപമിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വരികൾ വേണ്ടതില്ല എന്ന് പറഞ്ഞ് വളരെ വിശാലമായ അർത്ഥത്തിൽ കണ്ട് നെഹ്റുവും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ എടുത്ത തീരുമാനം എന്തിനാണ് ഇപ്പൊ നിങ്ങൾ മാറ്റുന്നതും അത് പാടിയേ തീരുവെന്ന് നിർബന്ധം പിടിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നു വരണമെന്നുള്ളതുകൊണ്ടാണ്.